അയ്യോ മണിക്കൂട്ടാ അതിന് പകുതി കാണാനില്ലല്ലോ. മണിക്കുട്ടനെ അറിയില്ലല്ലോ അമ്മ പൈനാപ്പിൾ വാങ്ങിച്ചു കൊണ്ടുവന്നത് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ്. പക്ഷെ അവൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പൈനാപ്പിൾ ഇരിക്കുന്ന കണ്ടപ്പോൾ അവർ കഷ്ണം എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു. പക്ഷെ സാരമില്ല, ബാക്കിയുള്ള പൈനാപ്പിൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ പൈനാപ്പിളൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് മുളകും പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര വേണ്ടോ, പക്ഷെ ഞാൻ ഇത്തിരി അധികം പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ അധികം എരിവൊന്നും വേണ്ട. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ കൂട്ടൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളൊക്കെ ഞാൻ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് പാനൊക്കെ അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ പൈനാപ്പിൾ നന്നായി ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗമൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മറച്ചിട്ട് കൊടുക്കണം. മറച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അത് കോരി മാറ്റണം. അപ്പം അങ്ങനെ പൈനാപ്പിളൊക്കെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ ഞാനത് മറച്ചിട്ടു. എന്നിട്ട് നന്നായി 2 ഭാഗം ഫ്രൈ ആയപ്പോൾ ഞാനത് കോരി എടുത്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ വാവച്ചിക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. വാവച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. വിജേഷേട്ട ഒരു കഷ്ണം കഴിച്ചുള്ള ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കഴിച്ചു. അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. വാവച്ചി പിന്നെയും കഴിക്കുകയാണ്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.